ഹായ് എവരിവൺ, ഞാൻ ആനി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ആക്ച്വലി ഞാൻ മറ്റൊരു റെസിപ്പി ട്രൈ ചെയ്തപ്പോൾ അത് ഫ്ലോപ്പായിപ്പോയി. പിന്നെ ഞാൻ അത് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിന് ഞാൻ കൊടുത്ത പേരാണ് കാബേജ് റവ വട. ഈ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആരംഭിക്കുന്നതിന് മുമ്പേ പറയട്ടെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പ് കാബേജ് പൊടിയായി അരിഞ്ഞത്, 1 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 1 മുറി സവാള പൊടിയായി അരിഞ്ഞത്, 1/4 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 കപ്പ് ആട്ട, 1/4 കപ്പ് വെള്ളം, എണ്ണ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യത്തിന്, 1/2 കപ്പ് റവ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ഒരു ബൗളിലേക്ക് റവ, ആട്ട, അരിപ്പൊടി, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇതെല്ലാം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് തൈര് കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, സവാള, കാബേജ് ഇതുകൂടി ചേർത്ത് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് കുറേശ്ശെ വെള്ളം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിനു വേണ്ടി ഒരു സോസ് ഉണ്ടാക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 ടേബിൾ സ്പൂൺ മയോണൈസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ തൈര്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 പിഞ്ച് ഷുഗർ, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ബൗളിലേക്ക് മയോണൈസിൻ്റെ കൂടെ ചില്ലി സോസ്, തൈര്, മുളക് പൊടി, പഞ്ചസാര, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും മിക്സ് ചെയ്യാം. ഈ സോസ് ഈ വടയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇത് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടി കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇത് വടയുടെ ഷേപ്പിലാക്കി നമുക്ക് ഫ്രൈ ചെയ്യാം. ഓരോന്നും ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.